എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 8-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയാണ് ബാക്ക് റൂംസ്. 20 വയസ്സുകാരനായ യൂട്യൂബറാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഫർണിച്ചർ ഷോപ്പ് ഉടമ തന്റെ കടയുടെ ബേസ്മെന്റിൽ ഒരു രഹസ്യവാതിൽ കണ്ടെത്തുന്നതും ഈ വാതിലിലൂടെ അകത്ത് കിടക്കുന്ന അയാൾ എത്തിപ്പെടുന്നത് മഞ്ഞച്ചുമരുകളും കാർപ്പറ്റ് വിരിച്ച തറയും ഫ്ലോറസന്റ് ലൈറ്റുകളുടെ നിർത്താതെയുള്ള ശബ്ദവുമുള്ള അവസാനമില്ലാത്ത ഭയപ്പെടുത്തുന്ന മുറികളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടുത്തെ ഏകാന്തതയും നിഗൂഢതയും കൂടാതെ ഭയപ്പെടുത്തുന്ന ചില അമാനുഷിക ജീവികളും ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ നടത്തുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് തീ പുക ചാരം. ഷിയാസ് ജാസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ബിദുൽ ബാബു ചാക്കോ, ദീപിക കൃഷ്ണ, എലിസബത്ത്, സതീഷ് കുന്നത്ത് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളെക്കുറിച്ചുള്ള അന്വേഷണവുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. മനോരമ മാക്സിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തെലുങ്കു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് മാ ഇന്ദി ബംഗാരം. നന്ദിനി റെഡ്ഡിയുടെ സംവിധാനത്തിൽ സാമന്ത റൂത്ത് പ്രഭു പ്രധാന വേഷത്തിലെത്തിയ മൂവിയാണ് മാ ഇന്ദി ബംഗാരം. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 24-ന് OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു അമേരിക്കൻ റൊമാന്റിക് മൂവിയാണ് ഗേൾസ് ലൈക്ക് ഗേൾസ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഒറിജിനൽ ഡോക്യുമെന്ററി സീരീസ് ആണ് ലാൻഡ് ഓഫ് ഫുട്ബോൾ. ഈ മലയാളം ഒറിജിനൽ ഡോക്യുമെന്ററി സീരീസിൽ കേരളത്തിലെ രാത്രികാല സെവൻസ് ടൂർണമെന്റുകൾ മുതൽ വേൾഡ് കപ്പ് കാലത്തെ വലിയ ഫ്ലെക്സ് ബോർഡ് യുദ്ധങ്ങൾ വരെ കാണിക്കുന്നതിനോടൊപ്പം കേരളക്കരയിലുള്ള ഫുട്ബോൾ ഭ്രാന്തിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു അന്വേഷണമാണ് ഈ ഒറിജിനൽ സീരീസ് പ്രധാനമായും പ്രമേയമാക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ മാസം 10-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ത്രില്ലർ സിനിമയാണ് ഐ ആം നോട്ട് അഫ്രൈഡ്. 1986-ൽ ഫിഫ വേൾഡ് കപ്പ് കാലത്താണ് ഈ കഥ നടക്കുന്നത്. മിഗുവൽ എന്ന 10 വയസ്സുള്ള കുട്ടി തന്റെ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടയിൽ ഒരു ഉപേക്ഷിക്കപ്പെട്ട വീടിന് സമീപമുള്ള ആഴമുള്ള കുഴിയിൽ ഒരു കുട്ടിയെ കാണുകയും ആ കുട്ടി ഒരു പ്രേതമാണെന്ന് മിഗുവൽ കരുതുകയും ചെയ്യുന്നു. എന്നാൽ അവനെ ആരോ തട്ടിക്കൊണ്ടുവന്ന് അവിടെ തടവിലാക്കിയതാണെന്ന് മിഗുവൽ മനസ്സിലാക്കുകയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ബാൾട്ടി. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. കേരള തമിഴ്നാട് അതിർത്തിയിലാണ് കഥ നടക്കുന്നത്. കബഡിക്കളിയും ഗുണ്ടാസംഘങ്ങളും തമ്മിൽ ബന്ധപ്പെട്ട കഥയാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ബാൾട്ടി. നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലിവ് ആണ്. ജൂലൈ മാസം 10-ാം തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മൂവി പരിമള ആൻഡ് കോ. 10 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിയാണ്. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത് ജയറാം, ഉർവശി, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് പരിമള ആൻഡ് കോ. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 10-ാം തീയതി തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ട്രൂ ക്രൈം ഡോക്യുമെന്ററി സീരീസ് ആണ് മർഡർ 101. ടെന്നസിയിലെ ഒരു നഗരത്തിൽ നടക്കുന്ന യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സീരീസ്. 40-ലധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാൻ അവിടുത്തെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകനായ അലക്സ് ക്യാമ്പലും നടത്തുന്ന ശ്രമങ്ങളാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ഈ ട്രൂ ക്രൈം ഡ്രാമ സീരീസ് ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ജൂലൈ 13 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. സിജു വിൽസൺ പ്രധാന വേഷത്തിലെത്തിയ ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഡോസ്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടക്കുന്ന ദുരൂഹമായ മരണങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറ്റാന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. വ്യത്യസ്തമായ ഒരു അന്വേഷണ രീതി പിന്തുടർന്നുകൊണ്ട് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി മെഡിക്കൽ ലോകത്തെ ക്രൈം പശ്ചാത്തലമാക്കി ഒരുക്കിയ സിനിമയാണ് ഡോസ്. ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, ആഹ OTT പ്ലാറ്റ്ഫോം, ലയൺസ്ഗേറ്റ് പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളോടെ ജൂലൈ മാസം 10-ാം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു ആനിമേഷൻ സീരീസ് ആണ് തണ്ടർ 3. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 8 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസിന് ഒരുങ്ങുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഇക്ക. സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് P. മൽഹോത്ര സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ലീഗൽ ത്രില്ലറാണ് ഇക്ക. ഇവരെ കൂടാതെ ദിയ മിർസ, തിലോത്തമ ഷോം, സഞ്ജീത ഷെയ്ഖ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 10-ആം തീയതി മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു തെലുങ്ക് മൂവിയാണ് പെഡ്ഡി. ബുച്ചി ബാബു സനയുടെ സംവിധാനത്തിൽ രാം ചരൺ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണിത്. ജാൻവി കപൂർ, ശിവരാജ് കുമാർ, ജഗപതി ബാബു, ദിവ്യേന്ദു, ബോമൻ ഇറാനി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഫ്രഞ്ച് ആക്ഷൻ സയൻസ് ഫിക്ഷൻ സീരീസ് ആണ് ദ സെന്റിനൽസ്. 1-ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 1915-ൽ 1-ാം ലോക മഹായുദ്ധത്തിന്റെ മുൻനിരയിൽ പോരാടിയ ഗാബ്രിയൽ ഫറോഡിന് മാരകമായി പരിക്കേൽക്കുകയും അങ്ങനെ ഗബ്രിയൽ മരിച്ചുവെന്ന് കുടുംബം കരുതുകയും എന്നാൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ ഒരു ശാസ്ത്രീയ പരീക്ഷണത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക സെറം ഗബ്രിയലിന്റെ ശരീരത്തിൽ കുത്തിവെക്കുകയും ഇതോടെ അവൻ സാധാരണ മനുഷ്യനേക്കാൾ ശക്തനായി മാറുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജൂലൈ മാസം 10-ആം തീയതി മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷയിൽ ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.